കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ കോൺഗ്രസ് വിടുന്നു എന്ന അഭ്യൂഹം വരാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. തരൂർ പലപ്പോഴും ബി.ജെ.പിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പുകഴ്ത്തി രംഗത്ത് വരാറുണ്ട്. ഇത് കോൺഗ്രസിന് തന്നെ വലിയ തലവേദനയാവുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കോൺഗ്രസിന് ഒട്ടും യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ തരൂരിന്റെ ഇത്തരം നിലപാടുകൾ വലിയ അസ്വസ്ഥതയാണ് കോൺഗ്രസിനകത്തുണ്ടാക്കിയത്. ഇപ്പോഴിതാ തരൂറുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ വിവരം പുറത്തേക്ക് വരികയാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ലോക്സഭാ അംഗങ്ങളുടെ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നിരിക്കുകയാണ് ശശി തരൂർ. തുടർച്ചയായ മൂന്നാം തവണയാണ് ശശി തരൂർ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി.ജെ.പിയെയും പ്രശംസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളെ തുടർന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി കടുത്ത വിയോജിപ്പുണ്ടായ സാഹചര്യത്തിലാണ് തരൂറിന്റെ ഈ വിട്ടുനിൽക്കൽ എന്നാണ് സൂചന. ഡിസംബർ 19 പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് ഇതുവരെയുള്ള പ്രകടനം അവലോകനം ചെയ്യുന്നതിനും ബി.ജെ.പിക്കെതിരായ വിമർശനങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനുമായി രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ 99 എംപിമാരെ യോഗത്തിന് ക്ഷണിച്ചത്. എന്നാൽ തരൂർ ഈ യോഗത്തിന് എത്തിയില്ല. കൊൽക്കത്തയിൽ അദ്ദേഹത്തിന്റെ ദീർഘകാല സഹായി ജോൺ കോശിയുടെ വിവാഹവും സഹോദരി സ്മിത തരൂരിന്റെ ജന്മദിനവുമാണ് എന്നാണ് അദ്ദേഹം എക്സിൽ ഇത് സംബന്ധിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നവംബർ 18, 30 തീയതികളിൽ നടന്ന യോഗത്തിലും തരൂർ പങ്കെടുത്തില്ല. ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് തരൂർ ഇങ്ങനെയുള്ള ഒരു യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ പങ്കെടുത്ത യോഗത്തിലായിരുന്നു നേരത്തെ അദ്ദേഹം വിട്ടുനിന്നത്. അതിന് ഒരു ദിവസം മുൻപ് പ്രധാനമന്ത്രിയുമായി ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുകയും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും ഒക്കെ തരൂർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകി. രാഹുലും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ അമിത്ഷാ ഉൾപ്പെടെയുള്ള ബി.ജെ.പി നേതാക്കളെ അസ്വസ്ഥരാക്കി എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ലോക്സഭയിൽ വലിയ രീതിയിൽ പ്രകടനം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലിലാണ് ഈ യോഗം അവസാനിച്ചത്. എന്തായാലും തരൂർ ഇങ്ങനെ തുടർച്ചയായി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി തരൂരിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ദേശീയ തലത്തിലടക്കം സ്വീകരിക്കുന്ന നിലപാടുകളെ നിശിതമായി വെട്ടിലാക്കിക്കൊണ്ട് തരൂർ അതിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച് നരേന്ദ്രമോദിയെയും ബി.ജെ.പി സർക്കാരിനെയും പുകഴ്ത്തി രംഗത്ത് വരുന്നത് വലിയ വിവാദമുണ്ടാക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് തലവേദനയാകുന്നുണ്ട്. എന്തായാലും തരൂരിനെതിരെ ശക്തമായൊരു നടപടിക്ക് കോൺഗ്രസ് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതോ തരൂർ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുമോ എന്നതും ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്.